എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും, എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായ പരീക്ഷണങ്ങൾ മാത്രം വരുന്നത് എന്ന് മനസ്സ് ചോദിക്കുന്ന നിമിഷങ്ങൾ. ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ഉള്ളിൽ ഒരുതരം ഏകാന്തത അനുഭവപ്പെടുന്ന അവസ്ഥ, ആരോടും പറയാനാകാത്ത വിഷമങ്ങൾ, ആരും മനസ്സിലാക്കാത്ത മനസ്സ്, എത്ര ശ്രമിച്ചാലും കൈവിട്ടു പോകുന്ന അവസരങ്ങൾ, ഒരുപാട് അധ്വാനിച്ചിട്ടും പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥ, ഇതെല്ലാം ചിലരുടെ ജീവിതത്തിൽ വളരെ സാധാരണമായ കാര്യങ്ങളായി മാറിയിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. ഓരോ കഷ്ടപ്പാടിനും പിന്നിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമുണ്ടാകാം. ഓരോ കണ്ണുനീരിനും പിന്നിൽ ഒരു വലിയ അനുഗ്രഹം ഒളിഞ്ഞിരിക്കാം. ജീവിതം ഒരിക്കലും ഒരേപോലെ തുടരുന്നില്ല. ചിലപ്പോൾ ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് ഏറ്റവും മനോഹരമായ പ്രഭാതം വരുന്നത്. ഇന്നത്തെ ഈ ദൈവിക സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് അത്തരമൊരു പ്രതീക്ഷയാണ്. ഇത് വെറുമൊരു പ്രവചനം മാത്രമല്ല, പലർക്കും അവരുടെ മനസ്സിന്റെ അവസ്ഥയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ യാത്രയാണ്. ചില ചിഹ്നങ്ങൾ നമ്മുടെ ഉള്ളിലെ ഊർജത്തോടും മനസ്സിലെ വികാരങ്ങളോടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പല ആത്മീയ രീതികളിലും ചില വസ്തുക്കൾക്ക്, ചിഹ്നങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന 2 ചിഹ്നങ്ങൾ ശംഖും താമരയുമാണ്. അങ്ങനെ സാധാരണ ചിത്രങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകളെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്ന ആത്മീയ അടയാളങ്ങളായി ഇതിനെ കാണാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക. കുറച്ച് നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം മനസ്സിൽ ഓർക്കുക. അത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, കരിയറുമായി ബന്ധപ്പെട്ട ആശങ്കകളായിരിക്കാം, അല്ലെങ്കിൽ ആരോടും തുറന്നു പറയാത്ത മനസ്സിലെ വിഷമങ്ങളായിരിക്കാം. ആ വികാരങ്ങളോടൊപ്പം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആദ്യം ആകർഷിക്കപ്പെടുന്ന ചിഹ്നം തിരഞ്ഞെടുക്കുക. ചിലർക്ക് ശംഖ് കൂടുതൽ ആകർഷകമാകാം, ചിലർക്ക് താമരയാകാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ചിഹ്നം നിങ്ങളുടെ ജീവിതത്തിലെ ചില സത്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു സൂചനയായി മാറാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ചിത്രം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ശംഖ് തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ശംഖാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. പലപ്പോഴും ചെറുപ്പം മുതൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റിയ ആളായിരിക്കാം നിങ്ങൾ. മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ മാത്രം എല്ലാത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടാൻ പോകുമ്പോഴേക്കും മറ്റൊരു പ്രശ്നം വന്നു ചേരുന്ന അവസ്ഥ. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ അവസാന നിമിഷം തടസ്സപ്പെടുന്ന അനുഭവം. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറെ കാലമായി ക്ഷീണിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നത് ഒരു പുഞ്ചിരിയാകാം, പക്ഷെ ആ പുഞ്ചിരിയുടെ പിന്നിൽ എത്ര സങ്കടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വളരെ കുറച്ച് ആളുകൾക്കേ അറിയൂ. ആരെങ്കിലും നിനക്കൊക്കെ എന്ത് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് ചിരിച്ചു മറുപടി പറയുന്നവരാണ് നിങ്ങൾ. എന്നാൽ രാത്രികളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിൽ എത്ര ചിന്തകളാണ് തിരിഞ്ഞു നടക്കുന്നുവെന്ന് നിങ്ങൾക്കേ അറിയൂ. ജീവിതത്തിൽ ഒരുപാട് തവണ നിങ്ങൾ സ്വയം തകർന്നു പോയിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു. കാരണം നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. കുടുംബത്തിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സ്വയം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചത് നന്ദിയല്ല, പകരം കുറ്റപ്പെടുത്തലുകളും അവഗണനകളും മാത്രമായിരുന്നു. നിങ്ങൾ ചെയ്ത നന്മകൾ മറന്നുപോയ ആളുകൾ പിന്നീട് നിങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. വിശ്വസിച്ചവരിൽ നിന്നും വേദനകൾ ലഭിച്ചിട്ടുണ്ടാകാം. നിങ്ങളെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയെടുത്ത ശേഷം അകന്നുപോയ ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും മനസ്സിൽ വേദനയായി കിടക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത്. പലപ്പോഴും മനസ്സ് പറയുന്നുണ്ടാകും, ഞാൻ ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. സാമ്പത്തിക കാര്യങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം.
പണം സമ്പാദിക്കാൻ കഴിവുണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത്. എന്തെങ്കിലും സംരക്ഷിക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിത ചെലവുകൾ വരുന്നത്, അതുപോലെ തന്നെ കടബാധ്യതകൾ, കുടുംബ ആവശ്യങ്ങൾ, ആരോഗ്യ ചിലവുകൾ, ഇതെല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് പല രാത്രികളും ഉറങ്ങാതെ ചിന്തിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ എത്ര അധ്വാനിച്ചാലും അതിനനുസരിച്ചുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നൊരു വിഷമം മനസ്സിലുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ അർഹിച്ചിരുന്ന സ്ഥാനങ്ങൾ മറ്റുള്ളവർക്ക് ലഭിച്ചപ്പോൾ ഉള്ളിലൊരു വേദന തോന്നിയിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ വീണ്ടും മിണ്ടാതിരിക്കാൻ പഠിച്ചവരാണ് നിങ്ങൾ. എന്നാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വരുന്നു. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആയിരുന്നില്ല. പലപ്പോഴും ദൈവം ചിലരെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവരെ മാനസികമായി ശക്തരാക്കും എന്ന് പറയാറുണ്ട്. നിങ്ങൾ കടന്നുപോയ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനല്ല വന്നിട്ടുള്ളത്, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടിയാണ്. കാരണം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സാമ്പത്തിക മാറ്റം കാണുന്നു. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകാൻ പോകുന്നു. ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാം. ചിലർക്ക് വാഹനം വാങ്ങാനുള്ള അവസരം ലഭിക്കാം. ചിലർക്ക് വർഷങ്ങളായി അലട്ടിയിരുന്ന കടബാധ്യതകൾ തീർത്ത് ഒരു സമാധാന ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥയേക്കാൾ വളരെ സുരക്ഷിതത്വവും ശാന്തവുമായ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. ജോലിയിലോ ബിസിനസ്സിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുവരെ നിങ്ങളെ അവഗണിച്ചവർ തന്നെ പിന്നീട് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കുന്ന സാഹചര്യം വരും. ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു അവസരം അപ്രതീക്ഷിതമായി തുറന്നു വരാം. നിങ്ങളുടെ പരിശ്രമത്തിന് യഥാർത്ഥ വില ലഭിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം. ചിലർക്ക് പുതിയ ജോലി അവസരം ലഭിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക വളർച്ച വളരെ വേഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ നിങ്ങളെ ചെറുതായി കണ്ടവർ തന്നെ പിന്നീട് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥ വരും. എന്നാൽ ഈ സമയത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യം അവഗണിക്കുന്ന ആളാണ്. ഇപ്പോൾ ജോലി തീർക്കണം, പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ സൂചനകൾ പലപ്പോഴും അവഗണിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇനി അതുപോലെ ചെയ്യരുത്. മാനസിക സമ്മർദ്ദവും അമിത ചിന്തകളും ശരീരത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്രമത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകണം. ജീവിതം മാറാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചില പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏറെ നാളായി നടക്കില്ലെന്ന് കരുതി മാറ്റിവെച്ച കാര്യം പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. കുടുങ്ങിക്കിടന്ന പണമോ അർഹതപ്പെട്ട തുകയോ കൈകളിൽ എത്തിച്ചേരാം. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത നിങ്ങളെ തേടിയെത്താം. മാനസികമായി തളർന്നിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ തുടങ്ങും. നിങ്ങളെ അലട്ടിയിരുന്ന ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതും കാണാം. അതിനോടൊപ്പം മനസ്സിലൊരു പുതിയ സമാധാനവും ആത്മവിശ്വാസവും വളരാൻ തുടങ്ങും. ഇനി നിങ്ങൾ പഴയ ആളായി തുടരില്ല. ജീവിതം നിങ്ങളെ ഒരുപാട് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ ശക്തമായിരിക്കും. നിങ്ങളെ വിലമതിക്കുന്ന ആളുകളെ മാത്രം ജീവിതത്തിൽ നിലനിർത്താൻ നിങ്ങൾ പഠിക്കും. നിങ്ങളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ ഇനി നിങ്ങളുടെ ദൗർബല്യമല്ല, അതാണ് നിങ്ങളുടെ ശക്തി. വളരെ വൈകിയെങ്കിലും നിങ്ങൾ അർഹിച്ചിരുന്ന സന്തോഷവും സമാധാനവും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ തുടങ്ങുകയാണ്. ഇനി അടുത്തതായി നമുക്ക് താമര തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സ്, അതായത് താമര തിരഞ്ഞെടുത്തവരുടെ മനസ്സ് താമരയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പ്രത്യേകമായൊരു വ്യക്തിത്വമുള്ള ആളാണ്. പുറമേ എത്ര ശക്തമായി കാണിച്ചാലും ഉള്ളിൽ വളരെ സോഫ്റ്റായ ഒരു മനസ്സാണ് നിങ്ങളുടേത്. ചെറിയ കാര്യങ്ങൾ പോലും ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് സാധാരണമായ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് രാത്രികളോളം ചിന്തിപ്പിക്കാൻ കഴിയും. അതായത് കാരണം നിങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് കാണുന്ന ആളാണ്. ആരെയെങ്കിലും സ്നേഹിച്ചാൽ പൂർണ്ണമായി സ്നേഹിക്കും, വിശ്വസിച്ചാൽ പൂർണ്ണമായി വിശ്വസിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ പല വേദനകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങൾ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്.
ജീവിതത്തിൽ ഒരു നാൾ വലിയൊരു സ്ഥാനം നേടണം, കുടുംബത്തെ നല്ല നിലയിലേക്ക് എത്തിക്കണം, സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റണം എന്നിങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ പല തടസ്സങ്ങളും വന്നിട്ടുണ്ട്. ചിലപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങളെ പിന്തുണച്ചില്ല, ചിലപ്പോൾ വിശ്വസിച്ച ആളുകൾ തന്നെ വഴിമുടക്കി, ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം പേടികളും സംശയങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിച്ചു. അതുകൊണ്ടാണ് കഴിവുണ്ടായിട്ടും നിങ്ങൾ അർഹിച്ചിരുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ വൈകിയത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇല്ല എന്ന് പറയാൻ കഴിയാത്തതാണ്. മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് കരുതി നിങ്ങൾ പല കാര്യങ്ങൾക്കും സമ്മതം പറയാറുണ്ട്. നിങ്ങളുടെ മനസ്സ് വേദനിച്ചാലും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ പലപ്പോഴും മിണ്ടാതിരിക്കും. ആരെങ്കിലും സഹായം ചോദിച്ചാൽ സ്വന്തം അവസ്ഥ മോശമായാലും സഹായിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കും. അതുകൊണ്ടാണ് പലരും നിങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. ചിലർ നിങ്ങളുടെ നന്മയെ ദൗർബല്യമായി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഹൃദയത്തോടെ പെരുമാറുമ്പോൾ ചിലർ അതൊരു അവസരമായി മാത്രം കണ്ടു. പിന്നീടാണ് അവർ നിങ്ങളെ വഞ്ചിച്ചെന്ന് മനസ്സിലായത്. ഈ വഞ്ചനകളാണ് നിങ്ങളുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയത്. പല രാത്രികളിലും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന ചോദ്യം മനസ്സിൽ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടാകും. ചിലർ പറഞ്ഞ വാക്കുകൾ ഇന്നും മനസ്സിൽ മുഴങ്ങുന്നുണ്ടാകാം. നിങ്ങൾ പുറമേ സാധാരണ പോലെ പെരുമാറുമ്പോഴും ഉള്ളിൽ ഒരുപാട് ചിന്തകൾ നടക്കാറുണ്ട്. ചിലപ്പോൾ ആരോടും സംസാരിക്കാൻ പോലും തോന്നാതെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. കാരണം നിങ്ങളുടെ മനസ്സ് വളരെ വേഗം ക്ഷീണിക്കുന്നു. അധികം ചിന്തിക്കുകയും എല്ലാം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളെ കൂടുതൽ തളർത്തുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ സ്നേഹവും കരുണയും ദൗർബല്യമല്ല. ഇന്നത്തെ ഈ ലോകത്ത് എല്ലാവർക്കും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് അത് കഴിയും. ആരെങ്കിലും വിഷമത്തിലാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ആരെങ്കിലും സ്നേഹത്തോട് സംസാരിച്ചാൽ നിങ്ങളത് ഹൃദയത്തിൽ സൂക്ഷിക്കും. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ വ്യത്യസ്തനാക്കിയത്. താമരപ്പൂവ് ചെളികൾക്കിടയിൽ നിന്നാണ് വിരിയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളിലൂടെയും കടന്നുപോയ ശേഷമാണ് നിങ്ങളുടെ ജീവിതവും മനോഹരമാകാൻ പോകുന്നത്. നിങ്ങളുടെ ഭാവിയിൽ വളരെ മനോഹരമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇതുവരെ ജീവിതത്തിൽ കിട്ടാതിരുന്ന അംഗീകാരം ഇനി നിങ്ങളെ തേടിയെത്തും. ഒരുപാട് നാളായി നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. സാമ്പത്തികമായി വളരെ നല്ലൊരു വളർച്ചയുണ്ടാകും. ഇന്ന് നിങ്ങൾ ആഗ്രഹമായി മാത്രം കാണുന്ന ചില കാര്യങ്ങൾ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നല്ലൊരു ജോലി ലഭിക്കാം. ചിലർക്ക് കരിയറിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാം. ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർച്ചയും ലാഭവും ഉണ്ടാകും. ഇതുവരെ നിങ്ങളെ ചെറുതായി കണ്ട ആളുകൾ പോലും പിന്നീട് നിങ്ങളുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെടുന്ന സാഹചര്യം വരും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഇതുവരെ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. നിങ്ങൾക്ക് സൃഷ്ടിപരമായ ചിന്തകളുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വവുമുണ്ട്. എന്നാൽ പലപ്പോഴും ആത്മവിശ്വാസ കുറവ് കാരണം നിങ്ങൾ പിന്നോട്ട് മാറി നിന്നു. ഇനി ആ അവസ്ഥ മാറും. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ തുടങ്ങും. പ്രണയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ കാരണം അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും അടുക്കാം. നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചത് അധികമൊന്നുമല്ല, സത്യസന്ധമായ സ്നേഹവും സമാധാനവുമായിരുന്നു. ഇനി ആ സമാധാനം ജീവിതത്തിലേക്ക് ലഭിക്കാൻ തുടങ്ങും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ കുറയും. അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ രൂപപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു വരും. എന്നാൽ ഇത്തവണ പഴയ പോലെ അന്ധമായി എല്ലാവരെയും വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ജീവിതം നിങ്ങളെ ഇപ്പോൾ കൂടുതൽ പക്വത ഉള്ളവനാക്കി തീർത്തിരിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നത്, ആരാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇനി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഇനി വരുന്ന ബന്ധങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും എന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചില പ്രത്യേക സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ സന്ദേശം നിങ്ങളെ തേടിയെത്താം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിരിക്കാം. ഒരുപാട് നാളായി മനസ്സിൽ അലട്ടിയിരുന്ന ഒരു സംശയത്തിന് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യത്തിൽ വ്യക്തത വരും. അതോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനോ യാത്ര പോകാനോ അവസരങ്ങൾ തുറന്നു വരാം. ചിലർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട അവസരങ്ങളും ലഭിക്കാം. സാമ്പത്തികമായും ചെറിയതായെങ്കിലും സന്തോഷം നൽകുന്ന ഒരു നേട്ടമുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ പണം ലഭിക്കാം. ചിലപ്പോൾ പഴയ കുടിശ്ശിക തിരികെ ലഭിക്കാം. ചിലർക്ക് പുതിയ വരുമാന മാർഗം ആരംഭിക്കാനും സാധ്യതയുണ്ട്. പ്രധാനമായി നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന മാനസിക ഭാരം കുറയാൻ തുടങ്ങും. മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷ രൂപപ്പെടും. എൻ്റെ ജീവിതവും മാറാം എന്ന വിശ്വാസം നിങ്ങളിൽ വളരും. താമര തിരഞ്ഞെടുത്തവരോട് ഒരു കാര്യം പ്രത്യേകം പറയണം. നിങ്ങൾ സ്വയം കുറച്ചു കാണുന്നത് അവസാനിപ്പിക്കണം. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ കഴിവുകളെ പ്രശംസിക്കുമ്പോഴും സ്വന്തം കഴിവുകൾ മറക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ശക്തിയുണ്ട്. നിങ്ങൾക്ക് ശരിയായ സമയം കിട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. ഇനി ആ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പഴയ പരാജയങ്ങളെ ഓർത്ത് തളരരുത്. നിങ്ങളുടെ ജീവിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏറ്റവും മനോഹരമായ അധ്യായം ഇനിയും തുടങ്ങാനുണ്ട്. ഇപ്പോൾ ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ശംഖ് തിരഞ്ഞെടുത്ത ആളായാലും താമര തിരഞ്ഞെടുത്ത ആളായാലും ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. പ്രവചനങ്ങളും ദൈവിക സന്ദേശങ്ങളും നമുക്കൊരു ദിശ കാണിച്ചു തരാം. പക്ഷെ ജീവിതം മാറ്റാനുള്ള യഥാർത്ഥ ശക്തി നമ്മുടെ ചിന്തകളിലും തീരുമാനങ്ങളിലുമാണ്. നിങ്ങൾ എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതം ഒരു നാൾ തീർച്ചയായും നിങ്ങളെ വിജയിപ്പിക്കും. ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ചിലർ നമ്മെ വേദനിപ്പിക്കും, ചില അവസരങ്ങൾ നഷ്ടപ്പെടും, ചില സ്വപ്നങ്ങൾ വൈകും. എന്നാൽ അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. പലപ്പോഴും വൈകിയാണ് ജീവിതം ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് നൽകുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാളെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ തുടക്കമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കി നിലനിർത്തൂ. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ വിലമതിക്കൂ. അതുപോലെ തന്നെ നിങ്ങളെ വിലമതിക്കാത്തവർക്കു വേണ്ടി ഇനി സ്വയം തകർക്കരുത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തൂ. ആരോഗ്യം ശ്രദ്ധിക്കൂ. മനസ്സിനെ സമാധാനത്തിലാക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കൂ. കാരണം സമാധാനമുള്ള മനസ്സിലാണ് ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. ഒരു പക്ഷേ നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ആ സന്തോഷം ഇപ്പോൾ നിങ്ങളിലേക്കുള്ള യാത്രയിലായിരിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സന്തോഷവും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.